ഇനി എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്ത പാർട്ടി കോൺഗ്രസ് മത്സരിച്ചിരുന്ന സിറ്റിംഗ് സീറ്റുകൾ പോലും മറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് താഴേക്ക് വരേണ്ടി വന്നത് എന്നുള്ളത് കേരളം മാത്രമല്ല ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നും പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ നടത്തിയ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെ കൂട്ടി വിദേശയാത്ര നടത്തിയത് കൊണ്ടല്ല ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ ഞങ്ങൾ 4.25 ലക്ഷം വോട്ട് പിടിച്ച് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം നിങ്ങളുടെ അമ്രാറാമിന് കൊടുത്ത് 6 ലക്ഷം വോട്ടിന് നിങ്ങളെ ജയിപ്പിച്ചത്. നിങ്ങൾക്ക് അതിനു മുമ്പ് അവിടെ 60,000-70,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ സ്നേഹമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം അറിയുന്ന മനുഷ്യരോട് പറയുന്ന കള്ളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി അടുത്തത്, ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്കെതിരെ പോരാടിയതിന്റെ ഭാഗമായിട്ട് 30-ലധികം കേസുകൾ RSSും സംഘപരിവാറും രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്തിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ വേട്ടയാടലുകൾ ഇന്നും സഹിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. പിണറായി വിജയനും കുടുംബത്തിനും എതിരായിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ എവിടം വരെ എത്തി? ലൈഫ് മിഷനിലെ, സ്വർണ്ണക്കടത്തിലെ, മാസപ്പടിയിലെ, ലാവ്ലിംഗ് കേസിലെ അടക്കമുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ കരുവന്നൂരിലെ, ഇപ്പോൾ ഞങ്ങൾ കുന്നംകുളത്ത് നിങ്ങളുടെ മൊയ്തീനെ തോപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ PT അജയ് മോഹൻ മത്സരിക്കുന്നുണ്ട്. അവിടുത്തെ കരുവന്നൂർ കള്ള സഖാക്കന്മാരുടെ വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, BJP എടുക്കുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധി 30-ലധികം കേസുമായിട്ട് കോടതികൾ കയറി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി എന്ന് നിങ്ങൾ പറഞ്ഞു. ഇതേ അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ആന്റോ ആന്റണി MP ജയിച്ചു. കോൺഗ്രസ്സുകാരനായിട്ടുള്ള MP ജയിച്ചു. ആന്റോ ആന്റണി ജയിക്കണമെന്ന് AK ആന്റണി പറയുക കൂടി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. PM ശ്രീയും ലേബർ കോഡും നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് കുത്തിത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒളിച്ചുപോയി ഒപ്പിട്ട് കൊടുത്ത സർക്കാരിന്റെ പേരാ പിണറായി വിജയൻ സർക്കാർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം നാമധാരികളെ കണ്ടാൽ കോൺഗ്രസിന് എന്തോ തോന്നുന്നു? കോൺഗ്രസിന് ഒന്നും തോന്നില്ല. അതാ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ മനോഗതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ NP ചേക്കുട്ടിയെ വർഗീയവാദി എന്ന് പേര് നോക്കി വിളിച്ചത്. അത് ഗോപൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ താങ്കൾ അത് തിരുത്തിയതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ പേര് നോക്കി ആളുകളെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കാൻ, അതുപോലെ പല സ്ഥലങ്ങളിൽ ജയിക്കുന്ന മനുഷ്യരുടെ പേര് നോക്കിയാൽ അറിയാം അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സജി ചെറിയാന്റെ ഒക്കെ രാഷ്ട്രീയ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനായതുകൊണ്ടാണ് വിളിച്ചേ. അല്ലല്ല, അത് തിരുത്തിയാട്ടെ, അങ്ങ് തിരുത്തിയാട്ടെ. പേര് നോക്കിയല്ല ചേക്കുട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായതുകൊണ്ടാണ് വിളിച്ചേ. ഇനി പറഞ്ഞല്ല, സാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞാട്ടെ. ഞാൻ ഇതൊരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വക്താവായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ അല്ല പറയട്ടെ മാഷെ, പറയട്ടെ. ഞാൻ ചോദിച്ചു, പാലക്കാട് നിങ്ങളുടെ പാർട്ടിക്ക് എന്താ ചിഹ്നമില്ലാത്തതെന്ന് ചോദിച്ചു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിട്ട് BJP പോയി CPM-ൽ എത്തിയ സരിന് പോലും പാർട്ടി ചിഹ്നം കൊടുത്ത് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ചിഹ്നമില്ലാതെ നിങ്ങൾ മത്സരിക്കുന്നത് പണ്ട് AK ബാലൻ പറഞ്ഞതുപോലെ മരപ്പട്ടിയുടെയും അതുപോലെ ഈനാമ്പച്ചിയുടെയും ചിഹ്നത്തിൽ ഭാവിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിട്ടാണോ കാണേണ്ടത്? അങ്ങനെയല്ല. ഒരു പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാത്തത് 10 കൊല്ലം ഭരിച്ച കട്ടുമുടിച്ച സർക്കാരിന്റെ ഭരണപരാജയം പേടികൊണ്ടാണ്. അതുകൊണ്ട് BJPക്ക് അവിടെ വോട്ട് മറിച്ചു കൊടുത്ത് മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കിട്ടാനുള്ള തത്രപ്പാടാണെന്ന് വിലയിരുത്തേണ്ടി വരും. ജിൻഡോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നേതാവായ അജയ് തറയിൽ സണ്ണി M കപ്പിക്കാടിനെതിരെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ജിൻഡോ വായിച്ചിരുന്നോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 2-3 കാര്യത്തിനും കൂടി മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ ചിഹ്നം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ തൃശ്ശൂർ വോട്ട് മറിഞ്ഞു, കോൺഗ്രസിന്റെ 60,000 വോട്ട് പോയി, BJPക്ക് പോയി, അത് മറിച്ചു കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഞാൻ ഗോപനെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് 3,41,000 വർദ്ധിച്ചു. അതിനു മുമ്പ് BJP കിട്ടിയത് 1,87,000 വോട്ടായിരുന്നു ആലപ്പുഴ പാർലമെന്റിൽ. അവിടെ ആരിഫിന് അതിനു മുമ്പ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു വോട്ട്? 4,40,000. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 2,99,000, 3 ലക്ഷത്തിൽ താഴെ വന്നു. അത് എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങളുടെ നേതാവ് KC വേണുഗോപാൽ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അല്ല, ഈ പറയുന്നത് ആലപ്പുഴ മാത്രമാണ്. 1.5 ലക്ഷത്തിലാണ് ജയിക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ,
ഞാൻ പറയട്ടെ നിങ്ങൾ രണ്ടുപേരും പറയണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് സതീശൻ ചെയ്തു, CPM വോട്ടേ VD സതീശൻ മറിച്ചൊന്ന്. എന്റെ പൊന്ന് ഗോപൻ ചേട്ടാ, ദേശാഭിമാനി പത്രമല്ലാതെ വേറെയും പത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ കുറച്ചുകൂടി നല്ല ഉത്തരം കിട്ടും. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ 10 സീറ്റ് ഉണ്ടായിരുന്ന ഞങ്ങൾ 19 സീറ്റിലേക്ക് വർദ്ധിച്ചു. ഭരണത്തിലിരുന്ന നിങ്ങൾ ഭരണത്തിന് പുറത്തേക്ക് പോയി ആ ഭരണം CPM വെച്ചു കൊടുത്തിട്ട് പറയാ കോൺഗ്രസ് ആണ് കുഴപ്പമെന്ന്. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ കോർപ്പറേഷൻ ഭരണത്തിൽ തോറ്റു എന്നുള്ളതിന് ഉത്തരമുണ്ടോ? സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് സീറ്റ് കിട്ടാതിരിക്കുമ്പോ അതിന്റെ കൊതിക്കറവ് പറയുന്ന കൂട്ടത്തിലല്ല ഈ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ ബോധ്യമൊക്കെ പറയേണ്ടത്. അത് അവിടെ നിൽക്കുകയാണ്. ബാക്കി ഞാൻ പഴയ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അല്പത്തരമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നുസൂറിന് സംഘപരിവാറിനോട് ചായുന്ന കോൺഗ്രസിലാണ് നുസൂർ ഇന്നലെ വരെ നിന്നതെങ്കിൽ നുസൂറിന് തന്നെ വ്യക്തിത്വം ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളത് നുസൂർ മനസ്സിലാക്കുന്നില്ല. എനിക്ക് അതിനപ്പുറത്ത് പറയാനുള്ള സമയമില്ല ആ കാര്യത്തിൽ. എനിക്ക് BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, ഞങ്ങൾ നേമത്ത് കൃത്യമായിട്ട് പറയുന്നു, BJPയുടെ പ്രതിനിധി മനുപ്രസാദിനോട് പറയുന്നു, നേമത്ത് സംഘപരിവാറിന്റെ ഒരാൾ പോലും ജയിക്കണ്ട എന്നുള്ളത് കോൺഗ്രസിന്റെ UDFന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് O രാജഗോപാൽ അവിടെ തോറ്റത്. ശിവൻകുട്ടി ജയിച്ചത് അവരുടെ മാത്രം മേന്മ കൊണ്ടല്ല എന്ന് അവർക്ക് ബോധ്യമില്ലെങ്കിലും ഞങ്ങൾ നല്ല പോരാട്ടം കാഴ്ചവെച്ചതിന്റെ ഭാഗമാണെന്ന് രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇനി അവിടെ നിർത്തുക. ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യമെമ്പാടും നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ധാരണയുടെ പേര് മാത്രമാണ് ഇന്ത്യ മുന്നണി. കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ല നിൽക്കുന്നത്. CPM-ഉം കോൺഗ്രസും സെപ്പറേറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ എല്ലാത്തിനും ഇന്ത്യ മുന്നണിയിൽ കെട്ടണ്ട. ഇനി നിങ്ങളുടെ തൃപ്പൂണിത്തറയിലെയും കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെ അത് ഞങ്ങൾ പറയില്ല എന്ന് മസിൽ പിടിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നടന്ന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ ആളില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ചക്കയും ചുമന്ന് നടക്കുന്നത്. അത് കൃത്യമായിട്ട് CPM-ന് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ മുതലാളിക്ക് സീറ്റ് വിറ്റതാണെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ശ്രീ ഗോപൻ പറഞ്ഞ ഒരു കാര്യം, ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ കേരളത്തിലെ സർക്കാർ തീരുമാനങ്ങൾ എടുത്തുവെന്ന്. അതിൽ പല കാലഘട്ടത്തിലും യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം നമ്മൾക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യത്തോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF പ്രതിപക്ഷം LDF സർക്കാരിനോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഇവരുടെ മാത്രം കേമമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ പോലും ജനവിരുദ്ധമായിട്ടുള്ള പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്ന. നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സമരഭടന്മാർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത സംഘപരിവാർ വൽക്കൃത പോലീസിന്റെ പേര് പിണറായി വിജയന്റെ പോലീസ് എന്ന. അത് നമ്മൾ മറന്നുപോയി കൂടാലോ. അങ്ങനെ ഓരോന്നും പൗരത്വ നിയമം ആയിക്കോട്ടെ, വഖഫ് അമെൻഡ്മെന്റ് നിയമം ആയിക്കോട്ടെ, അതുപോലെ ഫലസ്തീൻ അനുകൂല സമരം ആയിക്കോട്ടെ, ഏത് വിഷയത്തിലും നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ച് കലാപാഹ്വാനത്തിന് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസ് കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗോപൻ ഇത്തരം വർത്തമാനം പറയുന്നത്. അത് സ്വന്തം സഖാക്കന്മാർക്ക് പോലും വിശ്വസിക്കാവുന്ന കാര്യമല്ല. ഇനി നിങ്ങൾ തമ്മിൽ ഡീലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ സമീപകാല ചരിത്രം മാത്രം പരിശോധിച്ചാൽ കൊടകര കുഴൽപ്പണ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ നിരന്തരം കുഴൽപ്പണം കടത്തി എന്ന് ആക്ഷേപിക്കുന്ന K. സുരേന്ദ്രൻ ആ കേസിലെ സാക്ഷിയാക്കപ്പെട്ടത്? K. സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണമാണ് എന്ന് കേരള പോലീസിന്റെ കണ്ടെത്തലുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന പണം എന്നുള്ള രീതിയിലുള്ള അതിനനുസരിച്ചിട്ടുള്ള വകുപ്പുകളിട്ട് കേരള പോലീസ് കേസെടുത്തില്ല. അവര് കേന്ദ്രത്തിലേക്ക് അയച്ച് കാത്തിരുന്നു പറഞ്ഞ BJP നേതാക്കന്മാർക്ക് എതിരായിട്ടുള്ള അന്വേഷണം നരേന്ദ്രമോദിക്ക് അന്വേഷണത്തിന് അയച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്. ഇനി മഞ്ചേശ്വരം കോഴക്കേസിൽ കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ പ്രോസിക്യൂഷൻ നേരാവണ്ണം ഹാജരാകാതെ നിലപാടെടുക്കാതെ K. സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇവരുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഇവരുടെ കൂടെ ഇരുന്ന റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ BJPക്കാർ തല്ലി കൈയും കാലും ആക്രമിച്ച് അധിക്ഷേപിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ CPM നേതാക്കന്മാരടക്കമുള്ള ആളുകൾ മൊഴി മാറ്റിയത് കൊണ്ട് BJPക്കാർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തൃശൂർ പൂരം കലക്കിക്കൊണ്ട് RSSന് അനുകൂലമായിട്ട് സേവാഭാരതിയുടെ ആംബുലൻസ് കടന്നു വരാൻ സാഹചര്യം ഒരുക്കി, സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന സാഹചര്യം ഒരുക്കി. എന്നിട്ട് സുനിൽ കുമാർ എന്ന LDFന്റെ സ്ഥാനാർത്ഥി നിരന്തരം പറഞ്ഞിട്ട് അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനോ അന്വേഷണം നടത്തി ഒരു നടപടി സ്വീകരിക്കാനോ RSSന് അനുകൂലമായിട്ട് നയപരിപാടി നടപ്പാക്കിയ ADGP MR അജിത്കുമാറിനെയോ അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണം നടത്തിയ റിപ്പോർട്ടൊക്കെ വന്നു. ആ റിപ്പോർട്ടിലെ ക്ലീൻ ഷീറ്റ്
ആരാണ് അന്വേഷണം നടത്തിയത്? ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ. ആരെക്കുറിച്ച് ആരോപണമുള്ളത്? ADGP MR അജിത്കുമാറിനെതിരെ. RSSന്റെ നേതാക്കന്മാരായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളയെയും രാംമാധവനെയും 10 ദിവസത്തെ ഇടവേളകളിൽ കണ്ട് രഹസ്യ സംഭാഷണം നടത്തിയ ADGP MR അജിത്കുമാറിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ ആരോപണം. അയാൾ തന്നെ അന്വേഷിക്കുന്നു, അയാൾ തന്നെ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അത് വലിയ മഹത്തായ സേവനമാണെന്ന് പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ആര്യ, ആ അങ്കിത് അശോക് എന്ന് പറഞ്ഞാൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? തൃശൂർ പൂരം കലക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള ആക്ഷേപം വന്നിട്ട് ഈ CPM-ന് എന്ത് നടപടി അവിടെ സ്വീകരിക്കാൻ പറ്റിയത്? അറ്റ്ലീസ്റ്റ് ആ സുനിൽ കുമാറിനെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ആ രാജൻ എന്ന് പറഞ്ഞ മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയോ? CPI-യെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയോ? ഇനി അതിനപ്പുറത്ത് തൃശ്ശൂര് അവര് നമ്മൾ SIR-മായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും അതുപോലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴും സുരേഷ് ഗോപിയുടെ വീട്ടിലുള്ളവർ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഇരട്ടയോട്ടും കള്ളവോട്ടും ചേർത്തു എന്നുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ട് CPM എന്ത് പൊളിറ്റിക്കൽ ടേക്കാണ് അതിലെടുത്തിട്ടുള്ളത്? ഒന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അപ്പോ ഇത് ഇവിടെ കുറെ കാലങ്ങളായി നടക്കുന്നു. അവിടെയാണ് ഞങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പാലക്കാട് ഒരു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതെ പിണങ്ങി പിരിഞ്ഞ് BJP-യിൽ ചെന്ന് അവിടെയും ഇടം കിട്ടാതെ CPM-ൽ ചെന്ന ആൾക്ക് പാർട്ടി ചിഹ്നം കൊടുത്ത് രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തുന്നത് എന്ന് വെല്ലുവിളി നടത്തിയ ആളുകൾ ഇന്ന് അതിലും വലിയ രാഷ്ട്രീയ പോരാട്ടം കേരളമെമ്പാടും നടക്കുമ്പോൾ പാലക്കാട് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് CPM വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരിഫ് എന്ന് പറഞ്ഞ സിറ്റിംഗ് MP-ക്ക് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ട് കുറവാണ് എന്ന് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ എന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് കൂടുതൽ കിട്ടി. ഇവർക്ക് ബ്ലണ്ടറായിട്ട് തോന്നിയില്ലല്ലോ, ഇവർക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നിയില്ലല്ലോ. തൃശ്ശൂർ കോൺഗ്രസിന്റെ UDF-ന്റെ 80,000 വോട്ട് പോയത് സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുത്താണെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന ഇവർക്ക് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷം വോട്ട് കൂടുകയും അവിടെ KC വേണുഗോപാൽ ജയിക്കുകയും അതേസമയം തന്നെ ആരിഫിന്റെ 1 ലക്ഷത്തിലധികം വോട്ട് കുറയുകയും ചെയ്ത സാഹചര്യത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തണ്ട. ഇവിടെ ഈ പറഞ്ഞ ഗോപൻ തന്നെ ഒരു കണ്ടെത്തൽ നടത്തിയേക്കുക. നേമത്ത് താരതമ്യേന ശേഷി കുറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തി. അതൊരു പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസിന് UDF-ന് വന്ന മിസ്റ്റേക്ക് ആണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. സുരേന്ദ്രൻ പിള്ള എന്ന സ്ഥാനാർത്ഥി അവിടെ ഒട്ടും പ്രാഗൽഭ്യമുള്ള ആളായിരുന്നില്ല, യോജിച്ച സ്ഥാനാർത്ഥിയായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കുറവ് സംഭവിച്ചു. അങ്ങനെ അവിടെ നേമത്ത് O രാജഗോപാൽ ജയിച്ചല്ലോ. ആ ജയിച്ചതിന്റെ മുഴുവൻ പാപഭാരവും ഇന്നും ഞങ്ങളുടെ മേലെ ഇവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ K മുരളീധരൻ നിർത്തിയപ്പോ ഞങ്ങളുടെ ഇദ്ദേഹം ഗോപൻ പറഞ്ഞ വാക്കാണ് സ്വന്തമായി ശേഷിയുള്ള കാൻഡിഡേറ്റ്. അത് ഞങ്ങൾ അംഗീകരിക്കുക, നല്ല കമന്റ് സ്വീകരിച്ചു. അങ്ങനെ K മുരളീധരൻ നിർത്തിയപ്പോൾ ഞങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിച്ചപ്പോൾ ജയിച്ചത് ശിവൻകുട്ടിയാണ്. അപ്പൊ ഇവരുടെ മാത്രം പോരാട്ടം കൊണ്ടല്ല, സംഘപരിവാറിന്റെ ഒരു MLA കേരള നിയമസഭയിൽ ഉണ്ടാകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതിന്റെ ഭാഗമാണ്. അതിനു മുമ്പുണ്ടായി ചില ഭാഗപ്പഴയുടെ ഭാഗമായിട്ട് പാപഭാരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പോരാട്ടം നടത്തിയപ്പോൾ അവിടെ CPM-ന് ജയിക്കാൻ സാഹചര്യമുണ്ടായി. ഇതേ സാഹചര്യം പാലക്കാട് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ KS ശബരിനാഥനെ ഞങ്ങൾ നേമത്ത് മത്സരിപ്പിക്കുന്നു, ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു കാരണവശാലും സംഘപരിവാറിന്റെ ഒരാളും ജയിക്കില്ല എന്നുള്ള ഉറപ്പ് കൂടി ഞങ്ങൾക്കുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ CC മുകുന്ദനും അജിത്തും അത് S രാജേന്ദ്രനും ഒക്കെ LDF-ന്റെ MLA-മാരായിരുന്നല്ലോ. അവര് 3 പേരും BJP-യുടെ കാൻഡിഡേറ്റുകളാണ്. നിലവിൽ CC മുകുന്ദൻ LDF-ന്റെ MLA ആണ്, അതേസമയം തന്നെ BJP-യുടെ കാൻഡിഡേറ്റ് ആണ് നാട്ടികയിൽ. നിങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടോ? ഇനി ആര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാലക്കാട് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണെന്ന്. ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ആൾ ആരാണ്? ഞങ്ങളുടെ ആള് രമേശ് പിഷാരടി. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധ്യമില്ല എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. കൃത്യമായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സ്, സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്സ്, അക്രമ രാഷ്ട്രീയ വിരുദ്ധ പൊളിറ്റിക്സ്, കൃത്യമായിട്ട് കേരളത്തിലെ സാധാരണക്കാരുടെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലപാടുകളുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. മമ്മൂട്ടി 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മഹാനടന്റെ പേരാണ് മമ്മൂട്ടി. അതേ മമ്മൂട്ടി പാലക്കാട് വരുമെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മമ്മൂട്ടി സന്ദർശിക്കുകയും മമ്മൂട്ടി വണ്ടി ഓടിക്കുന്ന പാലത്തിന്റെ വീഡിയോ ഇടുമ്പോഴും അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ മമ്മൂട്ടി വരുമെന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്നില്ല. കേരളത്തിലെ നടന്മാരിൽ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് മമ്മൂട്ടിയുടെ വീഡിയോ കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു
നാമധാരിയാണെന്ന് ആ ജനതയ്ക്ക് അറിയാം, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ നിർത്തിയിരിക്കുന്നത് രമേശ് പിഷാരടിയെ. അതുപോലെ 10 കൊല്ലം കേരളം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാ സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ നിർത്താൻ പറ്റാതെ ഏതോ ബിരിയാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പോൾ ഞങ്ങൾ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു, ഗോപനെ പോലുള്ള ആളുകൾ പറയുന്നു മുസ്ലിം നാമധാരി എന്ന്. ഞങ്ങൾ ആരും മുസ്ലിം നാമധാരി എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ ചിഹ്നം എവിടെ, നിങ്ങളുടെ പാർട്ടി ചിഹ്നം എവിടെ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ മുസ്ലിം നാമധാരി എന്നുള്ള തോന്നൽ ഗോപൻ ഉണ്ടാകുന്നത് ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചപ്പോ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി തോൽപ്പിക്കാൻ നോക്കിയതിന്റെ അതേ സംഘപരിവാർ ബോധം നിങ്ങളെ ഇപ്പോഴും പേർന്നത് കൊണ്ടാണ്. അതേ സംഘപരിവാർ ബോധം പേർന്നത് കൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുസ്ലിം നാമധാരി എന്ന് തോന്നുന്നത്.